This is very, very important, my dear students. Welcome back to our chemistry classes. മക്കളെ, ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടല്ലോ. അതിൽ പലപ്പോഴും നമ്മളോട് കൺഫ്യൂഷൻ ആണുള്ള അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ദാറ്റ് ഈസ് നോൺ ആസ് exothermic and endothermic. Okay, exothermic and endothermic reactions. So please be careful. അപ്പോൾ എന്താണ് എക്സോതെർമിക്, എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക്, എക്സ്റ്റേണൽ, പുറത്തേക്കുള്ളതാണ്. അപ്പോൾ ഒരു റിയാക്ഷന് എന്താണ്, ഹീറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് റിലീസസ് ഹീറ്റ് അല്ലെ. ഒരു റിയാക്ഷൻ കഴിഞ്ഞിട്ടാ അല്ലെ അതിൻ്റെ അകത്ത് ചൂട് ഉണ്ടാവുക അല്ലെ. ഇപ്പൊ നമ്മൾ എന്താണ്, ചൂട് റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തൊട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹീറ്റ് റിലീസ് ചെയ്തു എന്നാണ് അർത്ഥം. ദാറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് റിയാക്ഷനെയാണ് നമ്മൾ എക്സോതെർമിക് എന്ന് പറയുന്നത്. ഈ ഒരു കീവേഡ് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക, ഇറ്റ് റിലീസ് ഹീറ്റ്. എന്നാൽ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും എന്താണ്, എൻഡോ എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് ഹീറ്റ് എടുക്കുന്നത് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റിക്വയേഴ്സ് ഹീറ്റ് എന്നാണ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്താവശ്യമുള്ളത്, ഹീറ്റ് ആവശ്യമുണ്ടെങ്കിൽ, നീഡായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിലീസസ് ഹീറ്റ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ ഇറ്റ് റിക്വയേഴ്സ് ഹീറ്റ്. അതിന് ഹീറ്റ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഹീറ്റ് ഉണ്ടെങ്കിലേ ആ റിയാക്ഷൻ നടക്കൂ. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എൻഡോതെർമിക്കോ. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിലീസ് ചെയ്യാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരന്മാർക്ക് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ അയച്ചു കൊടുക്കുക. വീണ്ടും നമുക്ക് കാണാം. ഗുഡ് ബൈ.